നമ്മുടെ ജീവിതശൈലിയിലെ ചെറിയ ചില തെറ്റുകൾ മതി നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ മിക്കവാറും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ. നമ്മുടെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലുമൊക്കെ അല്പം ശ്രദ്ധ നൽകിയാൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും വേഗത്തിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയും. രാത്രിയിലെ അത്താഴമാണ് പലപ്പോഴും കൊളസ്ട്രോൾ കൂട്ടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും വരാതിരിക്കാനും അത്താഴത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചില മാറ്റങ്ങൾ സഹായിക്കും. എല്ലാ നേരത്തെയും ഭക്ഷണം കഴിക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു സമയം വേണം. ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. പല തിരക്കുകളും മറ്റു കാര്യങ്ങളും കാരണം ഭക്ഷണം കഴിക്കുന്നതിൽ കൃത്യതയില്ലാത്തവരും അതുപോലെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നവരും ഇപ്പോൾ ധാരാളമുണ്ട്. ഉറങ്ങുന്ന സമയവും ഭക്ഷണ സമയവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെൽ മെറ്റബോളിസം ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനപ്രകാരം വൈകി അത്താഴം കഴിക്കുന്നത് വിശപ്പ് കൂട്ടാനും അതുപോലെ വയർ നിറഞ്ഞതിൻ്റെ സിഗ്നലുകൾ അയക്കുന്ന ഹോർമോണായ ലെപ്റ്റിൻ കുറയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രീതി പിന്തുടരുന്നത് പെട്ടെന്ന് പൊണ്ണത്തടി ഉണ്ടാകാൻ കാരണമായേക്കാം. കൊളസ്ട്രോൾ കൂട്ടുന്നതിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് പച്ചക്കറികൾ കഴിക്കാത്തത്. പലർക്കും പച്ചക്കറികൾ കഴിക്കുന്നത് ഇപ്പോൾ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ പച്ചക്കറികൾ വളരെയധികം സഹായിക്കുന്നുമുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാതിരിക്കുന്നത് പലപ്പോഴും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കൂട്ടാൻ കാരണമായേക്കും. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബറുകൾ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് മിക്കവരും ചെയ്യുന്നതുമാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുക എന്നത്. പലരുടെയും തെറ്റായൊരു ശീലമാണിത്. പ്രത്യേകിച്ചും അത്താഴ സമയത്ത് അത്താഴം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ കിടക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഭക്ഷണം കഴിച്ച ഉടൻ ഒരിക്കലും ഉറങ്ങാൻ പോകരുത്. ഭക്ഷണശേഷം അല്പം സമയം, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് നൽകിയ ശേഷം മാത്രമേ കിടക്കാനായിട്ട് പോകാവുള്ളൂ. ഇത് നമ്മുടെ ദഹനത്തെ മന്ദഗതിയിലാക്കാനും ഉറക്കത്തിൽ നല്ല ഗുണമില്ലാതാക്കാനും ഒക്കെ കാരണമായേക്കും. ശരിയല്ലാത്ത ഉറക്കവും മെറ്റബോളിസവും അമിതവണ്ണം കൂട്ടാൻ കാരണമായേക്കും. ഇത് പിന്നീട് കൊളസ്ട്രോളിലേക്കും നയിക്കും. ഇനി അടുത്തത് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് അത്താഴത്തിന് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്നിരുന്ന് സന്തോഷത്തോടെ കഴിക്കുന്നതാണ് അത്താഴം. എന്നാൽ കലോറി കൂടിയ ഇത്തരം ഭക്ഷണങ്ങൾ അത്താഴത്തിന് കഴിക്കുന്ന രീതി പിന്തുടരുന്നവർക്ക് വേഗത്തിൽ കൊളസ്ട്രോൾ പിടിപെട്ടേക്കാം. സാച്ചുറേറ്റഡും അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് കഴിക്കുന്നതും ശരീരത്തിൽ വലിയ രീതിയിൽ കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് കാരണമാകും. അപ്പോൾ രാത്രിയിൽ നേരത്തെ ആഹാരം കഴിക്കുക, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. അത്താഴത്തിനും നമ്മുടെ ഉറക്കത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം ഇതൊക്കെ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ ഇനി ഭാവിയിൽ കൊളസ്ട്രോൾ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് അത് സഹായിക്കും.